Hi, hello, welcome back. This is me, Anjana. I am back with the part 2 rapid revision video tutorial of the chapter Anatomy of Flowering Plants in Plus 1 Botany. I hope you might have gone through the part 1 video, and let's continue with the anatomical differences between dicot and monocot root. So basically structural elements എല്ലാം സെയിം ആണ്. ചെറിയ ചെറിയ ഡിഫറൻസസ് മാത്രമേ ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് റൂട്ട്സ് തമ്മിലുള്ളൂ. സോ ആ സ്ട്രക്ചറൽ എലമെൻസിനെ ഓർത്ത് വെക്കാൻ വേണ്ടി ലെറ്റ്സ് യൂസ് എ സിമ്പിൾ ട്രിക്ക് ദാറ്റ് ഇസ് എ റിസെപ്ഷൻ ഓഫ് PMPP. Reception of PMPP. R. Root hair. E. Epidermis. C. Cortex. E. Endodermis. P. Pericycle. P. Protoxylem. M. Metaxylem. P. Pith. P. Phloem. സോ ഇവരുടെയൊക്കെ ഡീറ്റെയിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സോ ബേസിക്കലി നമുക്ക് ഈ കോഡ് വെച്ചിട്ട് ഇതൊക്കെയാണ് സ്ട്രക്ചറൽ എലമെൻറ്റ്സ് വിച്ച് ആർ പ്രസൻറ്റ് ഇൻ മോണോക്കോട്ട് ആൻഡ് ഡൈക്കോട്ട് റൂട്ട് എന്ന് പഠിക്കാം. ഇനി നമുക്ക് ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ കേസ് ഓഫ് വാസ്കുലർ ബണ്ടിൽ ഡൈക്കോട്ട് റൂട്ടിൽ ഫ്യൂ നമ്പേഴ്സേ ഉണ്ടാകത്തുള്ളൂ, ഒരു 2 to 4. വേറാസ് ഇൻ മോണോക്കോട്ട് റൂട്ട് മോർ ദാൻ 6 ഉണ്ടാവും. ദാറ്റ് ഇസ് പോളി ആർ കണ്ടീഷനിലായിരിക്കും. നെക്സ്റ്റ് ഈസ് പിത്ത്. ഡൈക്കോട്ട് റൂട്ടിൽ പിത്ത് സ്മോൾ ആയിരിക്കും അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയിരിക്കും, ഉണ്ടാകത്തില്ല. ബട്ട് ഇൻ കേസ് ഓഫ് മോണോക്കോട്ട് റൂട്ട് പിത്ത് ലാർജ് ആയിരിക്കും. നെക്സ്റ്റ് ഇൻ കേസ് ഓഫ് മെറ്റാസൈലം ഡൈക്കോട്ട് റൂട്ടിൽ മെറ്റാസൈലം പോളിഗണൽ ഷേപ്പിലായിരിക്കും, വേറസ് ഇൻ മോണോക്കോട്ട് റൂട്ട് സർക്കുലാർ ഷേപ്പിലായിരിക്കും. ഇനി സെക്കൻഡറി ഗ്രോത്ത് ഡൈക്കോട്ട് റൂട്ടിൽ സെക്കൻഡറി ഗ്രോത്ത് പ്രസൻറ്റ് ആണ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് കേംബിയം, വേറസ് മോണോക്കോട്ട് റൂട്ടിൽ സെക്കൻഡറി ഗ്രോത്ത് ആബ്സെൻ്റ് ആണ്. ദെൻ പെരിസൈക്കിൾ in dicot root gives rise to roots and cambium, whereas in monocot root pericycle give rise to roots only. So these are the main differences between dicot and monocot root. Next is the differences between dicot and monocot stem. So നമുക്ക് table wise നോക്കാം. So first of all epidermis. എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ ഔട്ടർമോസ്റ്റ് ലെയർ ആണല്ലേ. അപ്പോൾ എപ്പിഡെർമിസ് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ക്യൂട്ടിക്കൽ ആൻഡ് ട്രൈക്കോംസ് ആയിട്ട് പ്രസൻറ്റ് ആണ്, വേറസ് മോണോക്കോട്ട് സ്റ്റെമ്മിൽ ആബ്സെൻ്റ് ആണ് ക്യൂട്ടിക്കൽ ആൻഡ് ട്രൈക്കോംസ്. ദെൻ കമ്മിങ് ടു ഹൈപ്പോഡെർമിസ്. ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത് എപ്പിഡെർമിസിന് ജസ്റ്റ് ബിലോ ആയിട്ടുള്ള ലെയർ ആണല്ലേ. അപ്പോൾ അത് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ഹൈപ്പോഡെർമിസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കോളൻകൈമ സെൽസ്, വേറസ് ഇൻ മോണോക്കോട്ട് സ്റ്റെം ഹൈപ്പോഡെർമിസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സ്ക്ലീറൻകൈമ സെൽസ്. ദെൻ ഗ്രൗണ്ട് ടിഷ്യൂ. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ഗ്രൗണ്ട് ടിഷ്യൂ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കോർട്ടക്സ്, എൻഡോഡെർമിസ് ആൻഡ് പെരിസൈക്കിൾ ഇങ്ങനെ 3 ലെയേഴ്സ് പോലെ ഉണ്ട്, വേറസ് മോണോക്കോട്ട് സ്റ്റെമ്മിൽ അങ്ങനൊരു ഡിഫറൻസിയേഷൻ ഇല്ല. ദെൻ സ്റ്റാർച്ച് ഷീത്ത്. സ്റ്റാർച്ച് ഷീത്ത് എന്ന് പറയുന്നത് സെൽസ് എൻഡോഡെർമിസിലെ സെൽസിൽ ചെറിയ സ്റ്റാർച്ച് ഗ്രെയിൻസ് പ്രസൻറ്റ് ആയിരിക്കും. അത് ഡൈക്കോട്ട് സ്റ്റെമ്മിലുണ്ടാവും, മോണോക്കോട്ട് സ്റ്റെമ്മിലുണ്ടാകത്തില്ല. ദെൻ മെഡുലറി റേസ് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ പ്രസൻ്റ് ആയിരിക്കും, മോണോക്കോട്ട് സ്റ്റെമ്മിൽ ആബ്സെൻ്റ് ആയിരിക്കും. ദെൻ പിത്ത് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ പ്രസൻ്റ് ആയിരിക്കും, മോണോക്കോട്ട് സ്റ്റെമ്മിൽ ആബ്സെൻ്റ് ആയിരിക്കും. ആൻഡ് വാസ്കുലർ ബണ്ടിൽസ്. വാസ്കുലർ ബണ്ടിൽസ് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ കൺജോയിൻറ്റ് ഓപ്പൺ ആണ്, ദാറ്റ് മീൻസ് കേംബിയം പ്രസൻ്റ് ആയിരിക്കും ആൻഡ് അറേഞ്ച്ഡ് ഇൻ എ ബ്രോക്കൺ റിംഗ്, വേറസ് മോണോക്കോട്ട് സ്റ്റെമ്മിൽ കൺജോയിൻറ്റ് ക്ലോസ്ഡ് ആയിരിക്കും, ദാറ്റ് ഈസ് കേംബിയം പ്രസൻ്റ് ആയിരിക്കത്തില്ല ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം ആൻഡ് സ്കാറ്റേർഡ് ആണ്. സോ ഫിഗറിൽ ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മെയിൻലി ആ വാസ്കുലർ ബണ്ടിൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കിക്ക് ഒരു സ്കാറ്റേർഡ് അല്ല ബ്രോക്കൺ റിംഗ് മാനറിലാണ് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, വേറസ് ഇൻ മോണോക്കോട്ട് സ്റ്റെം അങ്ങനെ ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെൻ്റ് ഇല്ല, ജസ്റ്റ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ടാവും ഗ്രൗണ്ട് ടിഷ്യൂവിൽ. ഓക്കെ. Next comes a difference between the dicot and monocot leaf. So basic morphological difference നമുക്കറിയാം അല്ലേ, in the basis of venation. ഇനി നമുക്ക് anatomical differences table wise നോക്കാം. First of all character, type of the leaf. dicot leaf എന്ന് പറഞ്ഞാൽ ഡോർസി വെൻട്രൽ ആണ്, അതായത് ഡോർസൽ സർഫസ് ഉണ്ടാവും, വെൻട്രൽ സർഫസ് ഉണ്ടാവും, രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും, സെയിം അല്ല. whereas monocot leaf isobilateral ആണ്, ദാറ്റ് ഈസ് ബോത്ത് അപ്പർ ആൻഡ് ലോവർ സർഫസ് ഐഡൻറ്റിക്കൽ ആയിരിക്കും. ദെൻ സ്റ്റൊമാറ്റ. ഡൈക്കോട്ട് ലീഫിൽ മോർ നമ്പർ ഓഫ് സ്റ്റൊമാറ്റ പ്രസൻറ്റ് ഓൺ ദി ലോവർ എപ്പിഡെർമിസ്. ഇത് എപ്പിഡെർമിസ് തന്നെ നമുക്കറിയാം അപ്പർ സർഫസ് ഉണ്ട്, ലോവർ സർഫസ് ഉണ്ട്. അപ്പർ സർഫസിലെ എപ്പിഡെർമിസ് ഇസ് നോൺ ബൈ ദ നെയിം ഡാക്സിയൽ എപ്പിഡെർമിസ് ആൻഡ് ലോവർ സർഫസിലെ എപ്പിഡെർമിസ് ഇസ് നോൺ ബൈ ദ നെയിം ബാക്സിയൽ എപ്പിഡെർമിസ് അല്ലേ. അപ്പോൾ ഡൈക്കോട്ട് ലീഫിൽ ലോവർ എപ്പിഡെർമിസിലായിരിക്കും സ്റ്റൊമാറ്റ മോർ നമ്പർ ഉള്ളത്, വേറസ് ഇൻ മോണോക്കോട്ട് ലീഫ്
equal number of stomata will be present on both upper and lower epidermis. Then mesophil, അതായത് ലോവർ ആൻഡ് അപ്പർ എപ്പിഡെർമിസിന് ബിറ്റ്വീൻ ആയിട്ടുള്ള ടിഷ്യൂ അല്ലേ മീസോഫിൽ. അപ്പോൾ അത് ഡൈക്കോട്ട് ലീഫിൽ മീസോഫിൽ ഇസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരൻകൈമ. വേറസ് മോണോക്കോട്ട് ലീഫിൽ അങ്ങനെ ഡിഫറൻസിയേഷൻ ഇല്ല. നിങ്ങൾക്ക് ഫിഗറിൽ നോക്കി കാണാം, അഡാക്സിയൽ ആൻഡ് ഡെബാക്സിയൽ എപ്പിഡെർമിസിന് ബിറ്റ്വീനുള്ള സെൽസ് ഡൈക്കോട്ട് ലീഫിലാണെങ്കിൽ പാലിസൈഡ് മീസോഫിലും ഉണ്ട്, സ്പോഞ്ചി മീസോഫിലും ഉണ്ട്. വേറസ് മോണോക്കോട്ട് ലീഫിൽ മീസോഫിൽ പ്രസൻ്റ് ആണ്, പക്ഷേ ഒരു ഡിഫറൻസിയേഷൻ ഇല്ല. നെക്സ്റ്റ് ബുള്ളിഫോം സെൽസ്. ബുള്ളിഫോം സെൽസ് പ്രസൻ്റ് ആയിട്ടുള്ളത് മോണോക്കോട്ട് ലീഫിലാണല്ലേ. അതായത് ചില മോണോക്കോട്ട് പ്ലാന്റ്സിൽ എസ്പെഷ്യലി ഗ്രാസസിൽ അവരുടെ അഡാക്സിയൽ എപ്പിഡെർമൽ സെൽസ്, അതായത് അപ്പർ സർഫസിലുള്ള അപ്പർ എപ്പിഡെർമൽ സെൽസ് അലോങ് വിത്ത് വെയിൻസ് മോഡിഫൈ ചെയ്ത് ലാർജ് എംറ്റി കളർലെസ് ആയിട്ടുള്ള സെൽസ് ആയിട്ട് മാറുന്നു. ആ സെൽസിനെ പറയുന്ന പേരാണ് ബുള്ളിഫോം സെൽസ്. ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവർ വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് ടേർജിഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ലീഫ് സർഫസ് വളരെയധികം എക്സ്പോസ്ഡ് ആയിരിക്കും. പക്ഷേ ഒരു ഡ്രൗട്ട് അല്ലെങ്കിൽ വാട്ടർ സ്ട്രെസ് കണ്ടീഷനിൽ ഇവർ ഫ്ലാസിഡ് ആയിട്ടിരിക്കും. എന്നിട്ട് ലീഫിനെ കേൾ ചെയ്യിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? വാട്ടർ ലോസ് മാക്സിമം മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബുള്ളിഫോം സെൽസ് മോണോക്കോട്ട് ലീഫിൽ പ്രസൻ്റ് ആണ്, ഡൈക്കോട്ട് ലീഫിൽ ആബ്സെൻ്റ് ആണ്. ദെൻ വാസ്കുലർ ബണ്ടിൽസ്. വാസ്കുലർ ബണ്ടിൽസ് ഡൈക്കോട്ട് ലീഫിൽ ഡിഫറെൻറ്റ് സൈസസ് ആയിരിക്കും ബിക്കോസ് ഓഫ് ദി റെട്ടിക്കുലേറ്റ് വീനേഷൻ. വേറാസ് ഇൻ മോണോക്കോട്ട് ലീഫ് വാസ്കുലർ ബണ്ടിൽസ് നിയർലി സിമിലർ സൈസ് ആയിരിക്കും ഡ്യൂ ടു പാരലൽ വീനേഷൻ. ദെൻ സെക്കൻഡറി ഗ്രോത്ത്. എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടി റൂട്ട് ആൻഡ് ഷൂട്ടിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതാണ് പ്രൈമറി ഗ്രോത്ത് അല്ലേ. സോ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഡൈക്കോട്ട് പ്ലാന്റ്സിൽ ഗിർത്ത് ഇൻക്രീസ് ചെയ്യുന്നു, അതായത് അവരുടെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നു. ആ പ്രോസസ്സാണ് സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡറി ഗ്രോത്തിൽ 2 ഇമ്പോർട്ടൻറ്റ് ടിഷ്യൂസാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, വാസ്കുലാർ ക്യാമ്പിയം ആൻഡ് കോർക്ക് ക്യാമ്പിയം. വാസ്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത് സൈലത്തിനും ഫ്ലോയത്തിനും ബിറ്റ്വീൻ ആയിട്ട് പ്രസൻ്റ് ആയിട്ടുള്ള ടിഷ്യൂസാണ് വാസ്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത്. ഫോർമേഷൻ ഓഫ് ക്യാമ്പിയൽ റിംഗ്. ക്യാമ്പിയം പ്രസൻ്റ് ആണ്. ഇനി എങ്ങനെയാണ് ക്യാമ്പിയൽ റിംഗ് ഫോം ചെയ്യുന്നത് നോക്കാം. അവിടെ വരുന്ന 2 ഇമ്പോർട്ടൻ്റ് ആൾക്കാരാണ് ഇൻട്രാ ഫാസിക്കുലാർ ക്യാമ്പിയം ആൻഡ് ഇൻറ്റർ ഫാസിക്കുലാർ ക്യാമ്പിയം. ഇൻട്രാ ഫാസിക്കുലാർ ക്യാമ്പിയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഫിഗറിലേക്ക് നോക്കിക്കേ, സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും വാസ്കുലർ ബണ്ടിൽസ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ വാസ്കുലർ ബണ്ടിൽസിന് ഇൻ ബിറ്റ്വീൻ പ്രസൻ്റ് ആയിട്ടുള്ള ക്യാമ്പിയൽ സെൽസിനെ പറയുന്ന പേരാണ് ഇൻട്രാ ഫാസിക്കുലാർ ക്യാമ്പിയം. വേറസ് ഇനി ഈ ഒരു ക്യാമ്പിയൽ ഇൻട്രാ ഫാസിക്കുലാർ ക്യാമ്പിയത്തിൻ്റെ അഡ്ജോയിനിങ് ആയിട്ടുള്ള സെൽസ് മെരിസ്റ്റമാറ്റിക് ആയിട്ട് മാറുന്നു. ആ സെൽസാണ് ഇൻറ്റർ ഫാസിക്കുലാർ ക്യാമ്പിയം. ഈ ഇൻട്രാ ഫാസിക്കുലാർ ക്യാമ്പിയവും ഇൻറ്റർ ഫാസിക്കുലാർ ക്യാമ്പിയവും കൂടി കമ്പൈൻഡ് ആയിട്ടാണ് ഒരു ക്യാമ്പിയൽ റിംഗ് ഫോം ചെയ്യുന്നത്, ഒരു കണ്ടിന്യൂസ് റിംഗ് ഫോം ചെയ്യുന്നു. ആൻഡ് ഇനി ക്യാമ്പിയൽ റിങ്ങിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ടു പ്രൊഡ്യൂസ് സെക്കൻഡറി സൈലം ആൻഡ് സെക്കൻഡറി ഫ്ലോയം. സെക്കൻഡറി സൈലം ആയിരിക്കും കൂടുതൽ നമ്പേഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് ടുവേർഡ്സ് ദി പിത്ത് ആയിരിക്കും, സെൻറ്ററിലേക്കായിരിക്കും സെക്കൻഡറി സൈലം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡറി ഫ്ലോയം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടുവേർഡ്സ് ദി പെരിഫറിയിലേക്കായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് സ്പ്രിംഗ് വുഡ് ആൻഡ് ഓട്ടം വുഡ്. എന്താണ് സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്പ്രിംഗ് വുഡ്, അതായത് സ്പ്രിംഗ് സീസണിൽ ക്യാമ്പിയം ഈസ് വെരി ആക്റ്റീവ് ആൻഡ് ദേ പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് സൈലറി എലമെൻറ്റ്സ് വിത്ത് വൈഡർ ക്യാവിറ്റീസ്. അനദർ നെയിം എന്ന് പറയുന്നത് ഏർലി വുഡ്. ഓക്കെ. നെക്സ്റ്റ് കംസ് ദി ഓട്ടം വുഡ്. അറ്റ് ദ വിൻ്റർ സീസണിൽ ക്യാമ്പിയം വിൽ ബി ലെസ് ആക്റ്റീവ് ആൻഡ് പ്രൊഡ്യൂസ് ഫ്യൂവർ സൈലറി എലമെൻറ്റ്സ് with the narrow vessels. Another name late wood. Then difference between hardwood and sapwood. First of all sapwood നോക്കാം. That is older stems ൻ്റെ outermost region ആണ് sapwood എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. ആൻഡ് ഇത് ലൈറ്റ് കളേർഡ് ആയിരിക്കും, ലൈറ്റർ ഇൻ വെയ്റ്റ് ആയിരിക്കും, ഫങ്ഷണലായിരിക്കും. ആൻഡ് അവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് വാട്ടർ കണ്ടക്ഷൻ ആണ്. ഓക്കെ. നെക്സ്റ്റ് കം ഹാർഡ്വുഡ്. ഹാർഡ്വുഡ് എന്ന് പറയുമ്പോൾ ഓൾഡ് സ്റ്റെമ്മിൻ്റെ സെൻറ്റർ റീജിയനിലേക്കായിരിക്കും. ഫിഗറിൽ ശ്രദ്ധിക്കുക. ആൻഡ് ഇവർ ഡാർക്ക് കളേർഡ് ആയിരിക്കും, ഹെവിയർ ആയിരിക്കും, ഡെഡ് എലമെൻറ്റ്സ് ആയിരിക്കും ഇവരിലുള്ളത്. ആൻഡ് ഇവർ വാട്ടർ കണ്ടക്ട് ചെയ്യില്ല ബട്ട് പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട്. കംസ് കോർക്ക് ക്യാമ്പിയം. അതായത് ഒരു സെക്കൻഡറി ഗ്രോത്ത് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കോർട്ടിക്കൽ സെൽസും എപ്പിഡെർമൽ ലെയേഴ്സും ഒക്കെ ബ്രോക്കൺ ആവും. അപ്പോൾ ഇവരെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ പ്രൊട്ടക്റ്റീവ് ലെയർ വരണം അല്ലേ.
അങ്ങനെ ഉണ്ടായി വരുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസാണ് കോർക്ക് കാമ്പിയം അല്ലെങ്കിൽ ഫെല്ലോജൻ. ഇവർ കൂടുതലും കോർട്ടെക്സ് റീജിയനിലാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് കോർ കാമ്പിയം എന്ന് പറയുന്നത് ദേ ആർ മേഡ് അപ്പ് ഓഫ് തിക്ക് ലെയേഴ്സ് ആൻഡ് ഹാവ് റെക്റ്റാങ്കുലർ സെൽസ്. ഇനി ഫെല്ലോജൻ അല്ലെങ്കിൽ കോർ കാമ്പിയം ഔട്ടറിലേക്കും ഡിഫറൻഷ്യേറ്റ് ചെയ്യും, ഇന്നർ സൈഡിലേക്കും ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അല്ല, ഔട്ടർ സൈഡിലേക്കും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമെങ്കിൽ ഇറ്റ് ഈസ് നോൺ ബൈ ദ നെയിം കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം. ദെൻ ഇന്നർ സൈഡിലേക്കാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോൺ ബൈ ദ നെയിം സെക്കൻഡറി കോർട്ടെക്സ് ഓർ ഫെല്ലോഡേം. ഫെല്ലോജൻ ആൻഡ് ഫെല്ലം ആൻഡ് ഫെല്ലോഡേം ഇവരെ 3 പേരെയും കൂടെ കമ്പൈൻഡ് ആയിട്ട് ഈസ് നോൺ ബൈ ദ നെയിം പെരിഡേം. നെക്സ്റ്റ് കം ബാർക്ക്. ബാർക്ക് എന്ന് പറയുന്നത് വാസ്കുലർ കാമ്പിയത്തിന് എക്സ്റ്റീരിയർ ആയിട്ട് പ്രസൻ്റ് ആയിട്ടുള്ള എല്ലാ ടിഷ്യൂസിനെയും ഹോൾ ടുഗെദർ പറയുന്ന പേരാണ് ബാർക്ക്. ആൻഡ് നിങ്ങൾ ആ ഫിഗർ നോക്കിക്കുക, അങ്ങനത്തെ ബാർക്ക് നിങ്ങൾ ഒരുപാട് പ്ലാന്റ്സിൽ കണ്ടിട്ടുണ്ടാവും. ആൻഡ് ബാർക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ടൈം ഓഫ് ദെയർ ഫോർമേഷൻ. അത് ഒരു സീസണിൽ ഏർലി ഫോം ചെയ്യുന്ന ബാർക്കിനെ ഏർലി ഓർ സോഫ്റ്റ് ബാർക്ക് എന്ന് പറയുന്നു. ആൻഡ് ഒരു സീസണിൻ്റെ എൻഡിൽ ഫോം ചെയ്യുന്ന ബാർക്കിനെ ലേറ്റ് ഓർ ഹാർഡ് ബാർക്ക് എന്ന് പറയുന്നു. ദെൻ ലെൻറ്റിസെൽ. ഇത് ലെൻറ്റിസെൽ എന്ന് പറഞ്ഞാൽ പോറസ് ടിഷ്യൂ ആണ്, which consists of cells having large intercellular spaces. and ഇവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഔട്ടർ അറ്റ്മോസ്ഫിയറും ഇൻറ്റേർണൽ പ്ലാന്റ് ടിഷ്യൂസും തമ്മിലുള്ള ഗേഷ്യസ് എക്സ്ചേഞ്ച് സുഗമമായി നടത്തുക. സെക്കൻഡറി ഗ്രോത്ത് ഇൻ റൂട്ട്സ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റൂട്ടിലുള്ള പ്രൈമറി എലമെൻസിനെ ഒന്ന് എനലിസ്റ്റ് ചെയ്ത് ഈസി ആയിട്ട് പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കോഡാണ് ECPC EPP. ECPC EPP. E epidermis, C cortex, P primary phloem, C cambial ring, E endodermis, P pericycle, P protoxylem. സോ ക്യാമ്പിയൽ റിങ് പ്രസൻ്റ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡറി ഗ്രോത്ത് പോസിബിൾ ആണ്. ആൻഡ് സെക്കൻഡറി ഗ്രോത്ത് നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, സെക്കൻഡറി ഫ്ലോയം ആൻഡ് സെക്കൻഡറി സൈലം ഉണ്ടാകുന്നു. അങ്ങനെ റൂട്ടിൻ്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് സെക്കൻഡറി ഗ്രോത്ത് ഡൈക്കോട്ട് പ്ലാന്റ്സിലേ നടക്കത്തുള്ളൂ, മോണോക്കോട്ട് പ്ലാന്റ്സിൽ ഒക്കർ ചെയ്യില്ല. ഓക്കെ, സോ വിത്ത് ദിസ് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ റാപ്പിഡ് റിവിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ ഷുവർ ആയിട്ടും ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ബിക്കോസ് അത് എക്സാം, നിങ്ങളുടെ എല്ലാ ടൈപ്പ് ഓഫ് എക്സാംസ് ലൈക്ക് ബോർഡ് എക്സാം, നീറ്റ്, കീം, ABMT എല്ലാത്തിനും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. താങ്ക് യു ഫോർ ലിസണിങ്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ സേഫ്.